പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിലെ ഓർമ്മകൾ, 45 വർഷത്തെ ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസി പ്രിയ ചിന്നക്കുട്ടി ആൻറ്റിയാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ ഒത്തിരി നല്ല അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ചിന്നക്കുട്ടി ആൻറ്റി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആൻറ്റി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആൻറ്റിയെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആൻറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ പേര് ചിന്നക്കുട്ടി എന്നാ. എന്റെ മക്കള് 5 പേരുണ്ട്. 15 കൊച്ചുമക്കളുണ്ട്. പിന്നെ മോള് മരിച്ചു. മോൾക്ക് 2 പെൺകുട്ടികളുണ്ട്. അവര് ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാള് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക, 17 വയസ്സ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ മുടിക്കോടാണ് താമസം. മുടിക്കോട് ഹെബ്രോൺ ചർച്ച് IPC, അതില് താമസം. ആന്റിയെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആന്റിക്ക് തുടർന്ന് സാക്ഷി പറയാനുള്ള സമയമാണ്. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ തുടർമാനമായി പറയാം. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന അനുഭവങ്ങൾ, അതുപോലെ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. തുടർന്ന് സംസാരിക്കാം. നവംബർ 22-ാം തീയതിയാണ് ഭർത്താവ് മരിച്ചത്. അപ്പോ അവിടുന്ന് അങ്ങടെ എനിക്ക് ഭയങ്കര വിഷമം ആയിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പല ചോദ്യങ്ങളും സംശയങ്ങളും ചോദിച്ചു. ഞാൻ ശബ്ദം കേട്ടത് പുതിയ നിയമത്തിൽ നിന്നാണ് ശബ്ദം കേട്ടത്. അപ്പോ അതേ വായിക്കാറുള്ളൂ. അപ്പോ പഴയ നിയമം ആമോസിന്റെ ലേഖനം 3:7 വായിക്കാൻ പറഞ്ഞു ദൈവം. അപ്പൊ അങ്ങനെ വായിച്ചപ്പോൾ ദൈവദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന് കർത്താവ് എന്റെ വചനം കണ്ടു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്താണ് എനിക്ക് ഈ വിഷമം ഭാരം വന്നത്? എന്നെ ഒറ്റപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതില് ഞാനല്ലേ കഷ്ടാനുഭവിക്കാൻ ഒറ്റപ്പെട്ടത് എന്ന് പറയാനിടയായി. അങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഇടയാക്കി. ഞാൻ അതിക്ക് മുമ്പാട് ഈ അരോമ ടിവിയില് എനിക്കൊന്നും അറിയില്ല. ഈ മൊബൈലിനെ കുറിച്ചിട്ട് യാതൊന്നും അറിയില്ല. കോള് വന്നാൽ എടുക്കാം എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോ മോള് പറഞ്ഞു, ചെറിയ മോൻ എന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോയി. ഇപ്പോ അവൻ പറഞ്ഞു എന്നോട്, സുവിശേഷ പ്രസംഗം മാത്രം കേൾക്കുള്ളൂ ഞാന്. അപ്പൊ അങ്ങനെയായിരിക്കുമ്പോ അവനാണ് വെച്ച് തരിക. 4 വയസ്സായിട്ടുള്ളൂ. അവനെ എല്ലാ കാര്യവും അറിയാം മൊബൈലത്തെ. അങ്ങനെ ഞാൻ എന്നിട്ട് അവൻ ഉറങ്ങിയപ്പോ ഞാൻ അതേപോലെ വെച്ചു. ക്രിസ്തുവിന്റെ പ്രസംഗം മയായം എന്ന് പറയും അവൻ. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ ഞാനും അതുപോലെ വെച്ചു. അപ്പൊ എനിക്കത് എടുത്തു തന്നു ആ മൊബൈല്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ കേട്ടപ്പോ അവൻ എന്റെ മൊബൈല് കൊണ്ടുപോയി വെള്ളത്തിലിട്ടു. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോളെ, ഈ കൊച്ചു കൊണ്ടുപോയി വെള്ളത്തിലിട്ടു, ഇതിന് ചാർജറിന്ന് വെള്ളം ചാടണു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ അവള് പറഞ്ഞു, കൊച്ചിനെ ഒന്നും പറയണ്ട, ഞാൻ മൊബൈല് വെച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെ അവള് 2 ആഴ്ചക്ക് ശേഷം മൊബൈല് മേടിച്ചു തന്നു. എന്നിട്ട് ഈ അരോമ ടിവിയില് എനിക്കൊന്നും എടുക്കാൻ അറിയില്ല. പക്ഷെ ദൈവമാണ് എന്നെ കാണിച്ചെന്നുള്ള ഉറപ്പ് എന്റെ മനസ്സില്. ഈ അരോമ ടിവി ആദ്യമായിട്ട് ഞാൻ നോക്കിയപ്പോ അരോമ ടിവി, അതില് സാക്ഷ്യങ്ങള് കേട്ടപ്പോ എന്റെ മനസ്സിന് വിഷമം മാറി.
ഭയങ്കര വിഷമാർന്ന എന്റെ മനസ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആള് എന്റെ വാക്കുകളൊന്നും എടുക്കില്ലെങ്കിലും ആള് വയ്യാതെ ആയാലൊക്കെ ചികിത്സിക്കാനൊക്കെ കൊണ്ടുപോകും എന്നെ. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്റെ വാക്കൊന്നും എടുക്കില്ല, ഞാൻ പറയണതൊന്നും കേൾക്കില്ല. അങ്ങനെ വീട്ടില് 5 പേരുണ്ട്. 5 പേരുടെ ഇഷ്ടത്തിനും ജീവിക്കണം എന്ന് ബൈബിള് പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു എന്നോട്. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ അപ്പച്ചനും അമ്മയുണ്ട് കൂടെ. അപ്പൊ ബൈബിള് പിടിച്ച് സത്യം അറിയാനാണ്, സത്യം ചെയ്യാനല്ല ബൈബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബൈബിള് താഴെ വെച്ചു. അന്ന് രാത്രി ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കണ്ട, മരിച്ചു കളയാന്ന് വിചാരിച്ചു. അപ്പോഴാണ് 1 മണിയായിണ്ട് രാത്രി. 1 മണിയായപ്പോ എനിക്ക് ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടു. നീ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്നൊരു ശബ്ദം. ഞാൻ എന്നിട്ട് അപ്പച്ചൻ നെല്ലിനടിക്കാൻ കൊണ്ടുവച്ച മരുന്നുണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച. അപ്പോ കർത്താവിന്റെ ഈ ശബ്ദം കേട്ടപ്പോ ഉള്ളിലൊരു സന്തോഷം. ദൈവമേ, എനിക്ക് ജീവിക്കണ്ടെന്ന് പറയണത് ജീവിക്കാമെന്നായി. പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാമെന്നായി. അങ്ങനെ ഒരു പിഞ്ച് ശിശുവിനെ പോലെ എന്റെ ഹൃദയം കർത്താവ് ആക്കി തന്നു. എന്നിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് ഒരു വലിയൊരു തെങ്ങ്, ആ തെങ്ങ് കട പൊട്ടി വരിക. പാത്രം കഴുകാൻ കിണറിന്റെ വക്കത്ത് കൊണ്ടിട്ടതാ. അപ്പൊ കട പൊട്ടി വരുമ്പോ ഞാൻ വിചാരിച്ചു ഇത് മറിയാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചു. ഞാൻ മുകളിലേക്ക് നോക്കി നോക്കുമ്പോ ചാഞ്ഞു വരിക തെങ്ങ്. എന്നിട്ട് ഞാൻ പാട്ടങ്കാരും ഇട്ടിട്ട് ഓടി. അങ്ങനെ തന്നെ തെങ്ങ് വീഴും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തട്ടുംപുറത്ത് കല്ല് തുറിച്ചു വരിക. തുറിച്ചു വരുമ്പോ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മണ്ണാങ്കട്ട വീണു എന്ന് പറഞ്ഞു. എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോ ഒരു കല്ല് തുറിച്ച് നിൽക്കുക. എന്നിട്ട് ഞാൻ അവിടുന്ന് ആള് മാറി. ആളും ഞാനും കൂടി കൊച്ചുങ്ങളെ എടുത്ത് മാറ്റി. അങ്ങനെ തന്നെ വേറെ സൈഡിൽ കിടക്കാനിടയായി. പിന്നെ തട്ടുംപുറം ഒരു കണ്ണാടി, വലിയൊരു കണ്ണാടി വട്ടത്തില് തട്ടുംപുറം അങ്ങനെ പൊളിഞ്ഞു. അന്ന് സാജിമോൻ ഗർഭിണിയായിരിക്കുക. 7 മാസം കഴിഞ്ഞു 8-ാം മാസത്തിലേക്ക് കടന്നു. എന്നിട്ട് ആ തട്ടുംപുറം പൊളിഞ്ഞിങ്ങനെ വീണപ്പോ ഞാൻ ഒരു ചാട്ടം ചാടി. ഒന്നും പറ്റിയില്ല എനിക്ക്, ദൈവം സഹായിച്ച ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വാതിലിന്റെ മുകളിൽ പാമ്പ് തൂങ്ങി കിടക്കുന്നു. ബെൽറ്റാന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിയിടാൻ നോക്കിയപ്പോ തല ഇങ്ങനെ നീട്ടി വരിക. അപ്പൊ ഞാൻ അത് യൂണിയൻകാരെ വിളിച്ചു. വേഗം ഓടി, കർത്താവേ സ്വോത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടിയപ്പോ അപ്പച്ചൻ പോയിട്ട് യൂണിയൻകാരെ വിളിച്ചപ്പോ കാണാനില്ല സാധനത്തിനെ. എന്നിട്ട് ഒരാള് കേറി കട്ടിന്റെ മുകളിൽ കേറിയിട്ട് നോക്കിയപ്പോ മേപ്പടിയുടെ മുകളിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു കരിമൂർക്കൻ. ദൈവമേ, എന്നിട്ട് അതിനെ കൊന്നു. അതിനെ കൊന്നിട്ട് അവരെല്ലാവരും കൂടി 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി കൊന്നു. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഇവിടെ താമസിക്കണ്ടെന്ന് ഉള്ള ആഗ്രഹം. അപ്പൊ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ആള് സമ്മതിച്ചില്ല. അങ്ങനെയല്ല, പെരുന്നാള് 2 പെരുന്നാള് പിന്നെ ഒരു പൂരവും കഴിക്കും അവിടെ. അപ്പൊ ഈ ബാവാക്കച്ചിയും മത്രാൻ കച്ചിയും 2 പെരുന്നാളാ, 2 പള്ളികളാ. അപ്പൊ ആ പെരുന്നാൾക്ക് എല്ലാവരും, വീട്ടുകാരെല്ലാവരും വരും. ഞാൻ അവരെയൊക്കെ നോക്കിയില്ല. ഞാനൊരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കായിരുന്നപ്പോ എനിക്ക് 2-ാമത്തെ ദിവസം ഒരു ദർശനം കണ്ടു. തല ഛേദിക്കപ്പെട്ടിട്ട്, സുവിശേഷം തന്നെ പറയുക, മുടിയൊന്നുമില്ലാത്ത ഒരു തല, അത് സുവിശേഷം പറയുക. അപ്പൊ അതില് ക്രിസ്തുവിനോട് കൂടെ പങ്കാളിത്തം ഉള്ളവര്, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരെ തല ഛേദിക്കപ്പെട്ടാലും
എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് 20-ാം അധ്യായം വായിക്കാൻ പറഞ്ഞപ്പോ അതില് കണ്ടത് ഇതാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ചു. അപ്പോ 3-ാമത്തെ ദിവസം തോന്നുന്നുണ്ട്, 3-ാമത്തെ ദിവസാ, പിറ്റേ ദിവസാണ് കാണിച്ചു തരുന്നത്. വെളിപ്പാട് 18. അത് പൊന്നാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്, ഒരു കയ്യില് താലുണ്ട്, ഒരു കയ്യില് വടിയുണ്ട്, അങ്ങനെ മോടിയുള്ള വസ്ത്രങ്ങൾ ഉടുത്തിട്ടുമുണ്ട്. അപ്പൊ അവരുടെ നടുവിന്ന് വിട്ടുപോകാൻ പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, എന്നോട് മാറി താമസിക്കാനാ പറയണത്, ആ വീട്ടിൽ നിന്ന് മാറാനാണ് പറയണേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭൂതം ഇളകിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അപ്പനും അമ്മയും ഭർത്താവും കൂടിയിട്ട് എന്നെ ചുമ്മാരി ഉദ്ദേശിയുടെ അവിടെ, പഴനിയില് ചുമ്മാരി ഉദ്ദേശിയുടെ അവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അപ്പൊ അവര് ചുമ്മാരി ഉദ്ദേശി എനിക്കും ഒരു പായിട്ട് തന്നു. അവര് 3 പേരും ഒരു പായിലിരുന്നു. ആളും ഭാര്യയും, പാസ്റ്റും ഭാര്യയും ഒരു പായിലിരുന്നു. അങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോ അമ്മയോട് ആദ്യം ചോദിച്ചു, ഈ പിള്ളേരെയൊക്കെ കുരിശുപള്ളിയിൽ കൊണ്ടുപോയി മുത്തിക്കും വഴിപാട് നേരവും ആഭരണങ്ങളൊക്കെ ഇടിയിപ്പിക്കണ്ടോ നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോ അമ്മ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് വെറുതെ അല്ല കാണിക്കുന്നത്, സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞു, ശരിയാ അങ്ങനെയൊക്കെ ചെയ്യിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മക്കളെ കിട്ടണമില്ല കൊണ്ടുപോവാൻ. അപ്പൊ അങ്ങനെയായി ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ 2 പേരും ഒരുമിച്ചാണോ ആരാധനയ്ക്ക് പോണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കണത് വെറുതെ അല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ 2 പേരും വേറെ വേറെ ആയിട്ടാ പോണേന്ന് പറഞ്ഞു. ശരിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ അവിടെ നിന്നു. അവര് പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഗോഡ്സം പാസ്റ്ററാണ് അന്നത്തെ അധ്യക്ഷ സഭാ ശുശ്രൂഷകൻ. ഗോഡ്സം പാസ്റ്ററിനെ ആ പാസ്റ്റർ വിളിച്ചു പഴനിയിലത്തെ. എന്നിട്ട് പറഞ്ഞു ഇവരെ മാറ്റണം, എന്തായാലും മാറ്റണം, ഇന്ന് തന്നെ മാറ്റണം, നാളേക്ക് ആക്കരുത്, പിശാച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് തന്നെ അപ്പൊ ആളെ എന്നെ മാറ്റി, ആ പാസ്റ്റർ എന്നെ മാറ്റിയിട്ട് മുക്കൂട്ടാന്ന് പറഞ്ഞ സ്ഥലത്താ. അവിടെ നോക്കുന്നിടത്തൊക്കെ പാമ്പ്. അപ്പൊ ഞാൻ അടുത്ത വീട്ടുകാരോട് ചോദിച്ചു, ഇതെന്തത് എല്ലായിടത്തും പാമ്പാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പാമ്പിനെ സ്നേഹിക്കണ്ട അവര്, നാളികേരൊക്കെ കൊടുക്കണ്ട്, അരയ്ക്കുമ്പോ കല്ലിന്റെ അടുത്ത് ഉപദ്രവിക്കൊന്നുമില്ല നിങ്ങളെ എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു ഭയം. ഞാൻ പട്ടയും പാളയും കൊണ്ടിട്ടപ്പോ ഇതില് പാമ്പ് കയറിയിരിക്കുവോ എന്നൊരു സംശയം മനസ്സിൽ വന്നു. അപ്പൊ ഞാൻ പട്ടയും പാളയും കൊണ്ടിട്ടപ്പോ അത് എടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ പാമ്പ് ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, അരിച്ചിറങ്ങിപ്പോ. ഒരാഴ്ചത്തേക്ക് എനിക്ക് ഭയങ്കരം അരിപ്പായിരുന്നു, അവിടെ ആ ഭാഗം മുഴുവനും അരിക്കായിരുന്നു. അത് രാജവെമ്പാല. അപ്പൊ 2 പേരും മാങ്ങ പറിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, ഒരു പാമ്പ്, ഞാൻ കറിഞ്ഞിട്ട് അത് ഇട്ടിട്ട് ഓടി. പാമ്പ് ഇറങ്ങി പോയപ്പോഴാണ് അത് ഇട്ടിട്ട് ഓടിയത്. എന്നിട്ട് അവരിറങ്ങി വന്ന് നോക്കിയപ്പോ പാമ്പിനെ കാണാനില്ല. പാമ്പ് ഇവിടെ തന്നെ ഉണ്ട്, പാമ്പ് എവിടേക്കും പോയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ. അവര് നോക്കി നോക്കുമ്പോ ഒരു അങ്കിനകത്ത് നീണ്ടു നിവർന്ന് എടുക്കണു. അവര് മണ്ണെണ്ണ, അടുത്ത വീട്ടിൽ നിന്ന് മണ്ണെണ്ണ മേടിച്ചുകൊണ്ട് വന്ന് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോ ചൂറ്റിട്ടൊരു ചാട്ടം. എന്നിട്ട് അവര് തീ കത്തിച്ച് കരിയിച്ച് കളയുക ചെയ്ത, രാജവെമ്പാലിയായിരുന്നു. അത് കരിയിച്ച് കളഞ്ഞിട്ട് അവര് പറഞ്ഞു, ഇനി സൂക്ഷിച്ചു വേണം ഇവിടുന്ന് മാറി താമസിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആള് വന്നപ്പോ, ആള് കച്ചവടാണ്, കച്ചവടം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ഈ കഥ പറഞ്ഞു. എന്നിട്ട് പിന്നെ കോക്കൂരെന്ന് പറഞ്ഞ സ്ഥലത്തിരുന്നപ്പോ അവിടെ ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് ഭയങ്കര ശല്യം. അപ്പൊ അങ്ങനെയായി അവിടുന്ന് മാറി. പിന്നെ
മതുപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. മതുപ്പുള്ളിയിൽ 100 പറയ്ക്ക് നിലമുള്ള കൃഷിയുള്ള ഒരുത്തൻ. അപ്പൊ അയാള് ഒരു കെട്ടിടം പണിതിട്ടുണ്ട്, ലൈൻ മുറി പോലെ. ആ മുറിയില് ആദ്യത്തെ മുറിയിലാണ് ഞങ്ങൾ കിടന്നിരുന്നേ. ബാക്കി 2 മുറിയില് കൊയ്ത് നെല്ലുകളാ ഇരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മുറിയിൽ ഒരുത്തൻ തൂങ്ങി മരിച്ചതാ. അപ്പൊ എന്നും അവിടെ ഒരു അമ്മച്ചി വരും, ചോമാരാണ്. ആ അമ്മച്ചി വന്നിട്ട് ചോദിക്കും, മോളെ എന്തുണ്ട് വിശേഷം ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ചുമര് മാന്തണ ശബ്ദമൊക്കെ കേക്കാം. അപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, ദൈവം കൂടെ ഉണ്ടല്ലോ, അത് കാരണം പേടിയൊന്നുമില്ല എന്ന് പറയും. അവർക്ക് അതൊരു ഭയല്ലേ. അവര് എന്നും വരും. ഒരു ദിവസം ആള് രാത്രിയാവുമ്പോ പോവുക, ബ്ലേഡ് നടത്തിയിട്ട് ഒരു 10,000 രൂപ കടണ്ട്. അപ്പൊ അത് പഴഞ്ഞിക്കാരൻ വന്നിട്ട് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, എന്റെ കയ്യില് എന്റെ പട്ടയ ആധാരം വേഗം കൊണ്ടു കൊടുക്കുക. അപ്പൊ ഞാനത് പിടിച്ചു പറിച്ചു മേടിച്ചു. അതെന്റെ അപ്പൻ തന്നതാ, 30 സെന്റ് സ്ഥലത്തിന്റെ പട്ടയ ആധാര. അതെന്റെ അപ്പൻ തന്നത് എനിക്ക് തന്നതാന്നും പറഞ്ഞ് ഞാനത് പിടിച്ചു പറിച്ചു മേടിച്ചു. അപ്പൊ അന്ന് രാത്രി തന്നെ 1 മണിക്ക് ഞങ്ങൾ വരുമ്പോ തന്നില്ലെങ്കിൽ ഞാൻ ഒക്കേനെയും കൊന്നിടും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് കയറി അടുക്കള വാതിലൊക്കെ ഒരു പൊട്ട വാതിലാ. അപ്പൊ അവിടെ വന്ന് കിടക്കാൻ തോന്നി. 3 മക്കള് എന്റെ കയ്യിലുണ്ട്. 2 മക്കള് ചാലശ്ശേരി കുന്നംകുളം ഭാഗത്ത് ഭർത്താവിന്റെ വീട്ടില്. അപ്പൊ ഞാൻ എന്നിട്ട് പിള്ളേരെയും പറക്കി കൊണ്ടുവന്നിട്ട് അവിടെ അടുക്കളയിൽ വന്ന് കിടന്നു. അവര് പറഞ്ഞ പോലെ തന്നെ രാത്രി 1 മണിക്ക് ജീപ്പായിട്ട് വന്നപ്പോ ആദ്യത്തെ വാതിൽമ കൊട്ടി. പിള്ളേര് ഞെട്ടുക, മക്കളെ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. 2ാമത്തെ വാതിൽമ കൊട്ടി, 3ാമത്തെ വാതിൽമ കൊട്ടി, 4ാമത്തെ വാതിലാണ് അടുക്കളയില്. അവിടെ വന്ന് കൊട്ടിയില്ല. എന്നിട്ട് അവര് ഇവിടെ ഒന്നും ആരും ഇല്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇവിടെയുള്ളവരൊക്കെ മാറിപ്പോയിണ്ടെന്ന് ഒരുത്തൻ പറഞ്ഞു. അങ്ങനെ മാറിപ്പോയിപ്പോ ആ ചോദ്യമ്മാമ വന്നു പിറ്റേ ദിവസം. ഇവിടെ ലൈറ്റൊക്കെ കണ്ടു 1 മണിക്ക് സമയത്തുനിന്ന് എന്റെ മക്കള് പറഞ്ഞല്ലോ, ശരിയാണോ മോളെ എന്ന് ചോദിച്ചു. ശരിയാ, അവര് രാത്രി 1 മണിക്ക് ജീപ്പായിട്ട് വന്നു കൊന്നിടാനായിട്ട് എന്ന് പറഞ്ഞു. അയ്യോ, ഇനി ഇവിടെ കിടക്കണ്ടാട്ടാ മോള് ഇനി അവൻ വരട്ടെ, അവൻ വന്നിട്ട് പറയണം, അതുവരെ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് രാത്രി ആള് വന്നപ്പോ 8 മണിയായി. വരുമ്പോ പറഞ്ഞു, എന്താടാ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ വേറൊരു സ്ഥലത്ത് മാറിപ്പോയതാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഇനി മേലാക്കം നിനക്ക് ഈ മക്കളെയും ഭാര്യേനും വേണ്ടെങ്കിൽ നീ മുടിക്കോട്ടില് കൊണ്ടുവന്നാക്കിക്കോ. നീ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നീ എങ്ങനെയാ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ വണ്ടി വിളിച്ചു വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ മക്കളെ വിടില്ല, ഈ പെണ്ണിനെ വിടില്ല, നീ വണ്ടി വിളിച്ച് മുടിക്കോട്ടി പോണെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഒരു വണ്ടി വിളിച്ചു, ഒരു ജീപ്പ് വിളിച്ചിട്ട്, സാധനങ്ങളൊക്കെ കുറവാ എന്നാലും വണ്ടി വിളിച്ചു വന്ന് രാത്രി 1 മണിയായി. രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തന, കോൺഗ്രസ് പ്രവർത്തന അയാളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടു. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും, എന്റെ വീട്ടിലേക്ക് ഇനി എന്നെ കയറ്റുമെന്ന് തോന്നിയില്ല. കാരണം വാടകയ്ക്ക് ഇരുന്നിട്ടല്ലേ വരുന്നത്. അപ്പൊ വീട്ടുകാരൊക്കെ വലിയ സ്ഥിതിയിലുള്ളവരാ. അപ്പൊ അവരെന്നെ കയറ്റുമെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, മോള് ഒരു കാര്യം കൊണ്ട് വിഷമിക്കണ്ട, എന്റെ പെങ്ങളുടെ വീട്ടിൽ കിടന്നോ. എന്റെ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പെങ്ങളുടെ വീട്ടിൽ കിടന്നോ. അവര് പ്രായമായവരാ, അവരുടെ അടുത്ത് സൗകര്യങ്ങളും ഉണ്ട്. മക്കളെയും കൊണ്ട് അവിടെ കിടന്നോ, ഒരു കുടില് കുത്തി തരണ വരെ അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ 30 സെന്റ് സ്ഥലത്ത് ഒരു കുടില് അയാളുടെ ഇഷ്ടത്തിന് വെച്ചു തന്നു.
അപ്പൊ മോൾക്ക് ഛർദില് വയറ്റിളക്കം, ചോര പോവുക വയറ്റിന്ന്. അപ്പൊ ഞാൻ എല്ലായിടത്തും പോയി തപ്പി നോക്കിയപ്പോഴൊന്നും ആരും സ്വീകരിക്കണില്ല എന്നെ. ചേച്ചിക്ക് രണ്ട് മൂന്ന് ആങ്ങളമാരില്ലേ, അതുകൊണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും ഞാന്? അപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ച് അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു 3 ദിവസം 3 4 ദിവസം ഇവിടെ കിടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു 25 രൂപ കയ്യിലുണ്ട്. അപ്പൊ അടുത്തുള്ളവരൊക്കെ കാശ് തന്നിട്ട് അവരെ ഗ്ലൂക്കോസ് കയറ്റി അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു മോൾക്ക്. അപ്പൊ സുഖം പ്രാപിച്ചപ്പോഴാണ് ആള് പറഞ്ഞത്. ആള് ചാലശ്ശേരിയില കച്ചവടത്തിന് നടക്കുക. എന്നിട്ട് ഞാന് വിവരം പറഞ്ഞപ്പോഴത്തേക്കും അവിടെ കുടില് വെച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് 10,000 രൂപ കുടുംബശ്രീന്ന് കിട്ടി. അന്ന് ആൽപ്പാറ സഭയിലാണ് ഞങ്ങൾ ആരാധന കൂടുന്നത്. ആൽപ്പാറ സഭയിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ എല്ലാവരും സഹായിച്ചു. കട്ടില പിന്നെ ജനലൊക്കെ തന്നു. അങ്ങനെ ഒരു വീട് പണിത് കയറി താമസാക്കിയപ്പോ മോള് എന്നും പ്രാർത്ഥിക്കാൻ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാറ പതിവ്. കൊണ്ടുപോയി അന്നത്തെ ദിവസം അവള് വിളക്ക് കൊണ്ടുപോയി വെച്ചു. മിഷ്യന്റെ മുകളില് 5 പേര് കൂടി തയ്ക്കുക, ചവിട്ട് അങ്ങനെ. അപ്പൊ അവള് ഇപ്പുറത്തെ ഞാൻ നിക്കണേന്റെ പോലെ നിക്കണേ. അപ്പൊ മിഷ്യന്റെ താഴെയല്ല അവളുടെ ചോള്. ഉടുപ്പില് തീ പിടിഞ്ഞപ്പോഴാണ് വീട്ടുകാര് എന്തോ ഒരു തീയുടെ കാണാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഓടി വരുന്നു. അപ്പൊ ഞാൻ മോളെ നിലത്ത് കിടന്ന് ഉരുട്ടി കഴിഞ്ഞ് അവള് തീ പൊള്ളല് മാറി. ഒക്കെ ഇളയുള്ള അവളാണ് ഹൈദരാബാദിൽ ഇപ്പോൾ ജോലി, നേഴ്സാ. അങ്ങനെ തന്നെ 29 ദിവസം ആസ്പത്രി കിടന്നപ്പോ ആൽപ്പാറക്കാര് ലാസ്റ്റ് ഇവര് പറയാ തൊണ്ടയില് വെള്ളം ഇറങ്ങണില്ല. ഡോക്ടർ പറഞ്ഞു തൊണ്ടയില് ഒക്കെ നീര് വന്നിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും ദൈവമേ? ഞാൻ അവിടെ മുട്ടുകുത്തി നിന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അവര് എല്ലാവരും വന്നിട്ട് ആൽപ്പാറക്കാരെല്ലാവരും എത്തി. എല്ലാവരും വന്നിട്ട് ഞാൻ മുട്ടുകുത്തി നിൽക്കുക. അവര് ഡോക്ടർ എടുത്തോണ്ട് പോയി കുട്ടീനെ. ഡോക്ടറിന്റെ കീപാസിന്റെ രക്തം വേണമെന്ന് പറഞ്ഞ അങ്ങനെ ഡോക്ടർ എടുത്തോണ്ട് പോയി. അങ്ങനെ പിന്നെ വെള്ളം ഇറങ്ങി. അമ്മ വേഗം വായോ, മോള് അമ്മേനെ ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എനിക്ക് പോയി നോക്കിയപ്പോ കുട്ടിക്ക് വെള്ളം കൊടുത്തപ്പോ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇനി 5 കുപ്പി രക്തം വേണമെന്ന് പറഞ്ഞു. അപ്പൊ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആള് നെല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മൂവാറ്റുപുഴ, അവിടെയാണ് പോയി. അപ്പൊ അവിടുന്ന് ആള് വന്നു. എനിക്ക് വീട്ടില് എന്തോ സണ്ണിയെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുക മനസ്സില് എന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് പോന്നിട്ടല്ലേ ഉള്ളു എന്ന് പറഞ്ഞു സണ്ണി. അങ്ങനെ തന്നെ ആള് ആരോ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആള് വന്നിട്ട് 5 കുപ്പി രക്തം കയറ്റിയപ്പോ അവൾക്ക് സുഖായി. അങ്ങനെ തന്നെ അവളോട് മോൾക്ക് വല്ല പാട്ട് പാടാൻ അറിയുമെന്ന് ചോദിച്ചു. ഉവ്വന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു ഡോക്ടറും നേഴ്സുമാരും ചോദിച്ചപ്പോ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അങ്ങനെ പാട്ട് പാടിയപ്പോ ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ കരഞ്ഞു എന്ന് പറയാ. അപ്പൊ അങ്ങനെ തന്നെ അവൾക്ക് കൊടുക്കേണ്ട സകല സാധനങ്ങളും, പാലും മേടിക്കാനും പിന്നെ മുട്ട മേടിക്കാനും പിന്നെ ടോണിക്ക്
പിന്നെ അവൾക്ക് വേണ്ടുന്നതൊക്കെ മേടിച്ചു കൊടുക്കാനുള്ള കാശും എല്ലാം വണ്ടിയിൽ വെച്ചിട്ട് വരുന്നു. അങ്ങനെ തന്നെ പിന്നെ 15 ദിവസം ആസ്പത്രി കിടന്നു. എന്നിട്ട് അവള് സുഖപ്പെട്ടപ്പോ പോരുമ്പോ 2000 രൂപ അവിടുന്ന് ബില്ലെഴുതി കഴിഞ്ഞപ്പോ കിട്ടാനില്ല. അപ്പൊ എന്ത് ചെയ്യും ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ആൽപ്പാറക്കാര് ഒരാള് വന്നു. അങ്ങനെ ഞങ്ങൾ പേര് വെട്ടി പോരാനിടയായി. വീട്ടില് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാധനയ്ക്ക് പോവുക. അവൾക്ക് സുഖപ്പെട്ടു. ആരാധനയ്ക്ക് പോവുക. ആരാധനാലയത്തിൽ പോകുമ്പോ ദൈവമേ ഈ കൊച്ചു മക്കളെയും കൊണ്ട് കേറുമ്പോ ഡ്രൈവർമാരുടെ ചീത്ത, കണ്ടക്ടർമാരുടെ ചീത്ത, ഇത് കേട്ട് തോറ്റു. ഒരു ദിവസം ആള് പൈസ തരാതെ പോയി. എനിക്ക് മാത്രം പൈസ വേണ്ടു, പിള്ളേർക്കൊന്നും പൈസ വേണ്ട. അപ്പൊ അങ്ങനെയായിപ്പോ ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞു, ദൈവത്തോട് കരഞ്ഞു. അപ്പൊ തലയാഴ്ചയിൽ ഞാൻ കുപ്പി കണ്ടു എന്ന് പറഞ്ഞപ്പോ സഹോദരി അവിടെ ഇരിക്കുന്നു പറഞ്ഞു എന്നോട് പാസ്. അന്ന് അല്ലു പാസ് പറഞ്ഞു. അപ്പൊ ഞാനിതെങ്ങനെ സാക്ഷി പറയും ദൈവമേ എന്ന് പറഞ്ഞപ്പോ ആശാരി ഉപദേശിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ധൈര്യത്തോടു കൂടി എനിക്ക് എന്നെ കർത്താവ് വേറെ മാറ്റാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു ബ്രേക്കില്ലാത്ത വണ്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി, വട്ടം കറക്കി നിർത്തി. അപ്പൊ ഞങ്ങള് ഭയന്നിട്ട് ചെന്ന് കയറിയത് ഒരു വീട്. അത് ആ വീട്ടിലെ ആരാധനയാ. ആരാധന നടക്കുമ്പോ ഞങ്ങൾ അവിടെ കയറി. അതൊന്നും പറഞ്ഞില്ല, ഞങ്ങളെ വേറെ മാറ്റാതിരിക്കാന്ന് പറഞ്ഞു. വ്യാഴാഴ്ച വരെയായിട്ടും ഒരനക്കവും ഇല്ല. എന്റെ ദൈവമേ, ഞാൻ എന്ത് വെളിവുകേടാ സഭയില് പറഞ്ഞ്, ഇനി എവിടെ ഞാൻ ആരാധനയ്ക്ക് പോവും, പ്രാർത്ഥനയ്ക്ക് പോവും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ജോർജ് മാഷ് വന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ട്, ചിന്നുകുട്ടി സഹോദരി നമുക്ക് പോലീസ് മത്തായിയുടെ അവിടെ ആരാധന തുടങ്ങാന്ന് പറഞ്ഞു. കർത്താവേ, എന്റെ കർത്താവ് കൊണ്ടുവന്നത് കേട്ടാ, വേറെ ആരുമല്ല കൊണ്ടുവന്ന, മാഷിനെ എന്റെ കർത്താവ് കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് മത്തായിയുടെ അവിടെ 2 വർഷം ആരാധിച്ചപ്പോ ഇവിടെ ആലയം പണി തുടങ്ങി. ബേബി പാസ് 3 വീടപ്പുറ. അപ്പോ ബേബി പാസ് ബേബിയുടെ സ്ഥലാണ് കൊടുത്തത് ആരാധനാലയത്തിന്. അപ്പൊ അങ്ങനെ തന്നെ ആരാധനാലയം പണി തീർന്നപ്പോഴാണ് അപ്പൊ ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത കാര്യങ്ങള്. അവിടെ 2 സെക്ഷനായി. 2 സെക്ഷനായിട്ട് പോലീസുകാര് 2 പേര് നിർത്തിയിട്ടാണ് ആരാധന തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ചിന്നൂട്ടി ഇവിടെ ഒന്നും ആരാധിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അന്നാണ് പോന്നത്. ഞാൻ മക്കളോടും പറഞ്ഞിട്ടില്ല എന്റെ കൂടെ വരണമെന്ന്. അപ്പൊ അങ്ങനെ തന്നെ ആരാധിക്കാൻ എന്റെ കൂടെ വന്നു. അങ്ങനെ മുടിക്കോട് സഭയിലെ ആരാധനാലയം കെട്ടി. ഞാനും ചോന്നണ്ണിലെ ഒരു സഹോദരിയും കൂടിയിട്ടാണ്, 2 ആള് കൂടിയിട്ടാണ് ഞങ്ങളുടെ തലയിലേക്ക് കല്ല് പിടിച്ചു തരുന്നത്. അങ്ങനെ തമിഴന്മാരെ 4 തമിഴന്മാരും ഞങ്ങള് 2 പെണ്ണുങ്ങളും കൂടിയിട്ട് ആരാധനാലയം പണി തീർന്നു കഴിഞ്ഞപ്പോ ഞാൻ ആരാധനാലയത്തില് ആൾക്കാർ വേണ്ടേ, 5-6 പേരേ ഉള്ളോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ മാഷും പറഞ്ഞു നമുക്ക് പ്രവർത്തനത്തിന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പ്രവർത്തനത്തിനൊക്കെ നടന്നു. ഒരു ദിവസം മാഷില്ല ഇപ്പോ പെണ്ണുങ്ങള് കുറച്ച് പേരുണ്ട്, 4-5 പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ കൂടിയിട്ട് പോയി ഭവന സന്ദർശനത്തിന് പോയി. ഒരു വീട്ടിൽ കയറി ഇപ്പൊ പറഞ്ഞു എന്നോടല്ല പറഞ്ഞ, മൊത്തത്തിലാ പറഞ്ഞത്. എനിക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോ ഒരു കറുത്തൊരു സാധനം എന്റെ മുമ്പിൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അവരുടെ മേത്ത് കൈവച്ച്, തോളിലെ കൈവച്ചിട്ടുള്ളോ, തോളില് കൈവച്ച് ശാസിച്ചു പ്രാർത്ഥിക്കാം മനസ്സിൽ പ്രേരണ കിട്ടി. അങ്ങനെ തന്നെ ശാസിച്ചു പ്രാർത്ഥിച്ചപ്പോ അവൾക്ക് വിടുതല് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ
പെണ്ണുങ്ങളൊക്കെ കൂടി മത്തായി സാറിനോട് പോയിട്ട് സംശയം പറഞ്ഞു. ദൈവമേ, ചിന്നക്കുട്ടി സഹോദരി തലയിൽ കൈവച്ചിട്ടാ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. മത്തായി സാറ് എമ്പരപ്പ് വഴക്ക് എന്നെ. പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പാസ്റ്റർ ഞാൻ തോളിലെ കൈവച്ചത്, ഞാൻ തലയിലൊന്നും കൈവച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ വിശ്വസിക്കണേ ഇല്ല. പെണ്ണുങ്ങൾ അങ്ങനെയാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, ഈ നമ്മുടെ ആള് ദൈവദാസനായി കഴിഞ്ഞാലാണ് ഞാൻ ഇനി പ്രവർത്തനത്തിന് പോവുള്ളൂ എന്ന് മനസ്സിലൊരു തീരുമാനം എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പോയിട്ടില്ല, ഒരു വീടുകളിലും കയറിയിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. അങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് അവിടെ തന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാനാള് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ അവിടെ ഒന്നും സ്വീകാര്യമല്ല ഞങ്ങൾക്ക്. സ്വീകാര്യമല്ല. രണ്ടാമതും ഞങ്ങള് കുടിലേക്ക് തന്നെ വന്നു. കുടിലേക്ക് തന്നെ വന്നിട്ട് എൻ്റെ ദൈവമേ, കഷ്ടം അനുഭവിക്കാൻ എന്താ വേറെ വല്ലതും വേണം? കഷ്ടം തന്നെ കഷ്ടം. അരി മേടിക്കാനും കാശില്ല. ആള് ആണെങ്കിൽ പപ്പട കമ്പനിയിൽ പോയി ഹൈദരാബാദില്. അവിടെ ഒരു ബന്ധുക്കള് പപ്പട കമ്പനി ഇട്ടിട്ടുണ്ട്. ദൈവമേ, അരി മേടിക്കാൻ പച്ചരി കഞ്ഞി കുടിച്ചിട്ടും അങ്ങനെയൊക്കെ മക്കളെ വളർത്തിയിട്ടാക്കിയിട്ട് അങ്ങനെ നീങ്ങി കഴിഞ്ഞിട്ട് പൂവഞ്ചിറ പോയി. ഈ മൂത്ത മോള് മരണപ്പെട്ടപ്പോ മൂത്ത മോൾക്ക് 2 പെൺകുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ മരുമക്കളെ പ്രയാസപ്പെടുത്തണ്ടെന്ന് വെച്ച് പൂവഞ്ചിറ പോയി സ്ഥലം മേടിച്ചു. പൂവഞ്ചിറ പോയി സ്ഥലം മേടിച്ചിട്ട് അതിന് സോളി, ഇളയ മോള്, അവള് നേഴ്സാ, അവള് കാശ് തന്നു സ്ഥലം മേടിക്കാൻ. അപ്പൊ അവൾക്ക് 3.60 ബാങ്കിലിട്ടുണ്ട്. അതിന് സ്ഥലം മേടിച്ചു. 3.60 സ്ഥലം മേടിച്ചിട്ട് 12 സെന്റ് സ്ഥലം മേടിച്ചു. അപ്പൊ അങ്ങനെ തന്നെ വീട് പണിയാനുള്ള കാശ് അവള് തന്നു. അങ്ങനെ തന്നെ വീട് പണി കഴിഞ്ഞ് നിൽക്കുമ്പോ എനിക്ക് പൂവഞ്ചിറ പാസ് സാക്ഷി പറഞ്ഞു, ഒരു യാക്കോക്കാരുടെ കല്യാണത്തിന് പോയപ്പോ നിനക്ക് തക്കതായിരിക്കുന്ന ഒരു ഇണയെ ഉണ്ടാക്കി തരുമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഒരു അച്ഛൻ തലയിൽ കൈവച്ചിട്ട്, ഒരുത്തന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറയുക. അപ്പൊ പാഷക്ക് തോന്നി, ഈ മൃഗങ്ങൾക്കല്ല ഇണയെ കൊടുക്കുക, തുണയല്ലേ മനുഷ്യർക്ക് കൊടുക്കണത് എന്ന് പാഷക്ക് തോന്നി. അച്ഛൻ ഇങ്ങടെ അറിഞ്ഞിട്ട് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. വേണ്ട, ഇനി അലമ്പുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പാഷ് പിന്നെ മിണ്ടിയില്ല. അത് മുഖവരിയായിട്ട് 16-ാം സങ്കീർത്തനം വായിച്ചു. അതിലെ മുഖവരിയായിട്ട് പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞു. അപ്പോ പാഷ് ഇരുന്നു കഴിഞ്ഞപ്പോ പാഷ്, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു. എനിക്ക് 45 വർഷമായി ഒരു ഇണയെ കിട്ടിയിട്ട്. കർത്താവ് തുണയായി വന്നത് കാരണം എനിക്കിപ്പോ സന്തോഷവും സമാധാനവും ഉണ്ട്. എനിക്കൊന്നിനും മുട്ടില്ലാതെ ഞാൻ ജീവിക്കാൻ തോന്നി. അപ്പൊ എല്ലാവരും ചിരിച്ചപ്പോ എനിക്ക് പിന്നെ സാക്ഷി പറയാൻ വാക്കുകളും കിട്ടുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെയല്ല, എന്റെ സാക്ഷിയിൽ നിന്ന് അവസാനിച്ച് ഞാൻ ഇരിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അന്ന് രാത്രി ഞാൻ ഒരു പാട്ട്, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണൂഞ്ഞ് കുടിച്ചെന്നാലും ദേഹീതൊക്കത്താൽ ചെയ്യിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനെ, ജീവൻ വെച്ചിടും രക്ഷകനെ അന്ത്യശ്വാസം വരെയും. അത്രയും വലിയ എന്റെ കട്ടിന്റെ അരുത്ത്. അപ്പൊ 16 ദിവസം മോളുടെ അരുത്ത് ആള് പോയത്. ആള് ഹൈദരാബാദിലായിരുന്നു.
അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടപ്പോ പറഞ്ഞു, എന്താ എനിക്ക് കർത്താവ് ഇങ്ങനെ പാട്ട് കേൾപ്പിച്ചു തരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആളെ ഓർമ്മ വരുത്തുക എന്റെ മനസ്സിലോ. അപ്പൊ സോളി പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് ഛർദിക്കാൻ വരിക, വയറൊരു കനം പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മട്ടരിയുടെ പൊടിയരി വെച്ച് കഞ്ഞി വെച്ചു, കോവയ്ക്കത്തോരനും ഉപ്പേരി വെച്ചു, നാളികേരം ചുട്ട് ചമ്മന്തി അരച്ചു വെച്ചു. ആളെ കൊണ്ടുവരാനായിട്ട് റെയിൽവേക്ക് പോയിട്ട് ആള് വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോ പൂവഞ്ചിറ വണ്ടി ഇങ്ങനെ കാത്ത് നിക്കണ പോലെ ഇളകി നിക്കുക. അപ്പൊ ഞങ്ങള് കേറി, ആളും കേറി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ പഠിക്ക വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ 1.5 മണിക്കാണ് വണ്ടി, പൂവഞ്ചിറ വണ്ടി. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു, വെള്ളം ചൂടാക്കി കൊടുത്തു. കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ കട്ടിൽമ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അതെ, നമുക്ക് ഇനി ഒന്നുമില്ല, പിള്ളേരുടെ കല്യാണമൊക്കെ കഴിക്കാൻ, നമ്മുടെ ബാധ്യതകളൊക്കെ തീർന്നില്ലേ. അപ്പൊ ഒരു വീട് വാടകയ്ക്ക് സോളിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോളി അത് വാടകയ്ക്ക് കൊടുത്തേക്കുക. അപ്പൊ അതിൽ 5000 രൂപ കിട്ടും, 2000 രൂപ നമുക്കുണ്ട്. പിന്നെ നമുക്ക് പെൻഷൻ കാശും ഉണ്ട് ജീവിക്കാൻ. നമുക്ക് അത് മതിയില്ലോ, നമുക്ക് ഇപ്പൊ ഭക്ഷണം കുറവല്ല വേണ്ടു, നിങ്ങൾ ഇനി കച്ചവടത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ആളുടെ കട്ടിലുമ കൈ പിടിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞപ്പോ ആളത് അംഗീകരിക്കാൻ തയ്യാറില്ല. ഈ കഞ്ഞി കുടിച്ചിട്ട് 4 മണിക്ക് പോയാ മതി കാശ് മേടിക്കാന്ന് പറഞ്ഞു. ആള് കേൾക്കണില്ല. ആളങ്ങനെ തന്നെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ 4 മണിക്ക് തിരിച്ചു വരുന്നു. ചിന്നൂട്ടി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരിക. അപ്പൊ എന്താ ദൈവമേ ആള് ഇങ്ങനെ തിരിച്ചു വരണേന്ന് കൂനി വരിക, നെഞ്ചു തിരുമ്പണോണ്ട്. അപ്പൊ സോളി എനിക്ക് ഒരു പാത്രം തന്നിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂട് പിടിക്കാൻ. അതില് ചൂടുവെള്ളം ഒഴിച്ച് പിടിച്ച് ഛർദിലൊക്കെ കോരിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോ ആൾക്കൊരു കുറവില്ല. അപ്പൊ ഇവിടുന്ന് സാജുവിനെ വിളിച്ചു, സാജു വേഗം വാടാ, പപ്പയ്ക്ക് സുഖമില്ല, ആസ്പത്രി കൊണ്ടുവന്നു വന്നു. അപ്പൊ അങ്ങനെ തന്നെ PCC, അവിടെ 2-3 ആസ്പത്രി ഉണ്ട് മുടിക്കോട്. PCCയിൽ കൊണ്ടുപോയിപ്പോ ആൾക്കൊരു ഇഞ്ചക്ഷൻ ചെയ്തപ്പോ കുറവ് കണ്ടപ്പോ എനിക്ക് പൂവഞ്ചിറയ്ക്ക് പോണമെന്നായി. അപ്പൊ വേണ്ട ചേട്ടാ, വണ്ടി അവിടേക്ക് തന്നെ വിട്ടോ, മെഡിക്കൽ കോളേജിൽ പോവാനാ പറഞ്ഞത് ഡോക്ടർ. അപ്പൊ അങ്ങനെ തന്നെ വണ്ടി മെഡിക്കൽ കോളേജിൽ പോയി വിട്ടു കഴിഞ്ഞിട്ട് അവിടെ അടുത്താണ്, വീടിന്റെ അടുത്തുനിന്ന് വണ്ടി വിളിച്ചേക്കണം. അപ്പൊ ആള് പറഞ്ഞു, ചേച്ചി എനിക്ക് പോവാൻ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, എനിക്കും പോണം. അപ്പൊ സാജു ജോബിനെ കൊണ്ടുവരാനായിട്ട് തൃശ്ശൂർക്ക് പോയി. അവൻ ട്രെയിൻ കയറിയിട്ടുണ്ട്. അപ്പൊ അവനെ കൊണ്ടുവരാൻ ഞാൻ തന്നെയായി. അപ്പൊ ആൾക്ക് ഡോക്ടർ പറഞ്ഞു ആൾക്ക് കുറവില്ല നെഞ്ചുവേദന പറയണ. അമ്മ ഇതിൽ ഒപ്പിടാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോ എനിക്ക് മനസ്സിന് വിഷമം. ആള് കച്ചവട സംബന്ധമായിട്ടല്ല, ദൈവത്തോട് അടുത്ത് ജീവിച്ചിട്ടില്ല. അപ്പൊ ദൈവമേ, സ്വർഗരാജ്യം അവകാശമാക്കിയിട്ട് നീ എടുത്താ മതിട്ടാ എന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞു പറയാനടേ. അപ്പൊ 2 ഇഞ്ചക്ഷൻ ചെയ്താ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ആ ഡോക്ടർ. അങ്ങനെ തന്നെ ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം അമ്മ 2 ഇഞ്ചക്ഷൻ ചെയ്തപ്പോ കുറവുണ്ട്, ഇനി എന്താ ചെയ്യണ്ട, ഞാൻ വാർഡിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ വാർഡിലേക്ക് ആളെ മാറ്റി കഴിഞ്ഞിട്ട് ആള് കരയ കിടന്നിട്ട്. അപ്പൊ മെർസല വന്നു, 2ാമത്തോന്റെ ഭാര്യ. മെർസല വന്നിട്ട് പറഞ്ഞു, എന്താ പപ്പ കരയണേന്ന് ചോദിച്ചു. അപ്പൊ 3 ദൂതന്മാർ എന്റെ അരികത്ത് വന്നു, താക്കോല് നീട്ടി. അപ്പൊ ഒരു ദൂതൻ പറഞ്ഞു, കൊടുക്കാൻ സമയമായിട്ടില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അതാ ഞാൻ കരയണേന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ പപ്പ കരയൊന്നും വേണ്ട, പപ്പ പ്രാർത്ഥിച്ചാ മതി, ദൈവത്തോട് പ്രാർത്ഥിക്കുക.
എന്റെ സകല ലംഘനങ്ങളും അകറ്റി തരണമേന്ന് പ്രാർത്ഥിച്ചാ ദൈവം അത് കേൾക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പിറ്റേ ദിവസം ആൻജിയോഗ്രാഫി ചെയ്യുക ആൾക്ക്. രാത്രി മുഴുവൻ നിൽക്കാൻ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് പ്രഷർ ഉണ്ട് തലയ്ക്കുന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാനത് പ്രഷർ ഉണ്ടാവും എനിക്ക്, അതാവും ഉറപ്പൊളച്ചിട്ട് എനിക്ക് തലകറക്കവും തലവേദനയും ഒക്കെ വരിക. അപ്പൊ ഞാൻ പോയി പ്രാർത്ഥന പൂജയ്ക്ക് നേരെ പോയി. അപ്പൊ മനസ്സിൽ ചോദിച്ച എന്താ മമ്മി പോയേ ചോദിച്ചു. അപ്പൊ അല്ല മോളെ, തല കറങ്ങിയിട്ട് വയ്യ, തലവേദന എടുത്തിട്ട് വയ്യ, ഞാൻ അത് കാരണം പൂവഞ്ചരക്ക് പോയി ഒന്ന് ഉറങ്ങാൻ പോയതാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പോയി ഉറങ്ങി കഴിഞ്ഞപ്പോ തലയ്ക്കൊരു വെളിവ് സുഖം കിട്ടി. അങ്ങനെ തന്നെ സുഖം കിട്ടിയിട്ട് പോന്നു. അങ്ങനെ 4-5 വർഷം ആളെ രക്ഷിക്കാനും ആളെ നോക്കാനും ദൈവം സഹായിച്ചു. ദൈവം ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് വിട്ടുപോയതൊക്കെ ഉണ്ട്, കുറെയൊക്കെ ഉണ്ട് വിട്ടുപോയത്, അതൊക്കെ പറയാനുണ്ട്. എന്നാലും പറയാൻ കുറെ സമയങ്ങൾ വേണ്ടി വരും. അപ്പൊ ഞാൻ ഇനിയപ്പോ ഏതായാലും കഥ നിർത്തുക. ഇനി ഏതായാലും ഇത്രയ്ക്ക് സാക്ഷി പറഞ്ഞ എന്റെ സാക്ഷി അവസാനിപ്പിക്കാൻ നോക്കുക. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഇത്രയും നേരം കർത്താവേ സാക്ഷി പറയുവാൻ ദൈവം ഒരുക്കി തന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ആരോമ TV മൂലം അടിയന് ധൈര്യവും പ്രത്യാശയും ഉറപ്പും തന്നതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ദൈവമാണ് അരോമ TVയെ അടുപ്പിച്ചതും അരോമ TVയിൽ സാക്ഷി പറയാൻ ഇടയാക്കിയതും ദൈവമാണ്, പാസ്സാണ് എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സൂക്ഷിക്കണേ. അടിയന്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു, നീ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ദേവദാസനെയും കുടുംബത്തെയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നീ ഏറിയ പ്രത്യാശയും ധൈര്യവും ഉറപ്പും കൊടുക്കുവാൻ എന്റെ കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാം പ്രാർത്ഥനകളും കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വളരെ നന്ദി പ്രിയ ചിന്നക്കുട്ടി ആൻറ്റി. ഇത്രത്തോളം സമയം അരോമ TVയുടെ പ്രഷറോടൊപ്പം ജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസരുടേതായ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരുടേതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.